ഇവിടെ ഫേമസ് ആയത് നിങ്ങൾ ഈ ഇവിടുത്തെ അപ്പം കൊണ്ടാണ് ഫേമസ് ആയത്. എല്ലാവരും പറയാറുണ്ട് ഇവിടുത്തെ പിന്നെ പറയുന്ന അപ്പം. പിന്നെ ചിക്കൻ പെരട്ട് ഉണ്ടല്ലേ, ബീഫ് ഫ്രൈ, ചിക്കൻ പെരട്ട്, ചിക്കൻ കറി, ചിക്കൻ തോരൻ, ചിക്കൻ ഫ്രൈ ഇതിനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ വേറെ പുറത്തുനിന്ന് ആരുമില്ല. ചേച്ചി, ഹസ്ബൻഡ്, ചേച്ചിയുടെ നാത്തൂൻ, അങ്ങനെ അല്ലേ, ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ബന്ധുക്കൾ ചേർന്ന് നടത്തുന്നത്. നമസ്കാരം. ഒരു തട്ടുകടയിൽ ആൾക്കാർ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് ജയചേച്ചിയുടെ ഈ നാടൻ തട്ടുകടയിലാണ്. ഈ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡിൽ വിളയമൂല ജംഗ്ഷനിൽ ഒരു ചെറിയൊരു ലെഫ്റ്റിലേക്ക് തിരിയണം. അവിടെ ഒരു ചെറിയ റോഡിലായിട്ടാണ് ശശിയുടെ തട്ടുകട. ഒരു പക്ഷേ ഒരു 7 മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ക്യൂ നിന്ന് മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചി 6 മണിക്ക് തുറക്കുന്നു അല്ലേ? 6 മണിക്ക് തുറക്കും. ഇവിടെ ഫേമസ് ആയത് നിങ്ങൾ ഈ ഇവിടുത്തെ അപ്പം കൊണ്ടാണ് ഫേമസ് ആയത്. എല്ലാവരും പറയാറുണ്ട് ഇവിടുത്തെ പിന്നെ പറയുന്ന അപ്പം. പിന്നെ ചിക്കൻ പെരട്ട് ഉണ്ടല്ലേ, ബീഫ് ഫ്രൈ, ചിക്കൻ പെരട്ട്, ചിക്കൻ കറി, ചിക്കൻ തോരൻ, ചിക്കൻ ഫ്രൈ ഇതിനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ വേറെ പുറത്തുനിന്ന് ആരുമില്ല. ചേച്ചി, ഹസ്ബൻഡ്, ചേച്ചിയുടെ നാത്തൂൻ, അങ്ങനെ അല്ലേ, ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ബന്ധുക്കൾ ചേർന്ന് നടത്തുന്നത്. ഒരു പക്ഷേ ഒരു 7 മണി ഇപ്പം കഴിഞ്ഞു. ഇപ്പോൾ മണി കുറച്ച് സമയം ആയിട്ടുള്ളൂ. തുടങ്ങിയിട്ട് 6 മണിക്ക് തുറക്കുള്ളൂ കേട്ടോ. പകലൊന്നും ഈ കടയില്ല. 6 മണിക്ക് തുറക്കൂടെ ചേച്ചി? 6 മണിക്ക് തുറക്കും. 6:15 അല്ലേ തുറക്കുമ്പോഴത്തേക്ക്? 6 മണി മുതൽ 11 മണി വരെ. ഈ ആഹാരം എപ്പോൾ തീരുന്നോ അപ്പം നിർത്തുമല്ലേ? 11 മണി വരെ ഉള്ളൂ. തിരക്കെപ്പോഴാണ് കൂട്ടുന്നത്? ആണല്ലേ? ഇന്ന് മഴ നല്ല ഉണ്ട്. ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കും ആള് കുറവല്ലേ? ഏതായാലും ഈ ഒരു കട പരിചയപ്പെടുത്താതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു തട്ടുകടയിൽ ആൾക്കാർ ക്യൂ നിന്ന് ആഹാരം കഴിക്കുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് ഈ തട്ടുകടയിലാണ്. അത്ര ഡെലീഷ്യസ് ആണ്. ഒരു ഫുഡ് ഡെലീഷ്യസ് എന്നും അത് പറഞ്ഞാൽ മാത്രം പോരാ, വളരെ റീസണബിളാണ്. നമുക്ക് ഈ ഏരിയയിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഏരിയയിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും സ്വാദിഷ്ടമായി കിട്ടുന്ന ഭക്ഷണം ഇവിടെയാണ്. ചേച്ചി ഇവിടെ 4-5 വർഷമായിട്ടുണ്ടല്ലേ? ചേച്ചി അപ്പത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണല്ലേ? എല്ലാം ഉണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പേരെന്താ? എൻ്റെ പേര് സുധീഷ്. ഈ തൊട്ട് മുമ്പ് ഒരു മോൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? മോൻ ഇപ്പോൾ എറണാകുളത്താണ്. അവിടെ എന്ത് ജോലിയിട്ട് പോയി? അതെ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി അല്ലേ? പഠിച്ച് അവിടെ ജോലിയായി. ആ, അല്ലെങ്കിൽ ഞാനൊക്കെ പണ്ട് ഇവിടെ വരുമ്പോൾ മോനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മോനെ ഒന്നും കാണാനില്ല. മോനാണ് പൊറോട്ട അടിച്ചോണ്ടിരുന്നത് അല്ലേ? ആ, ശരി. ആ, രാവിലെ പഠിക്കാൻ പോവും. 6 മണിക്ക് ശേഷം മോന് ശമ്പളം കൊടുക്കുമായിരുന്ന? ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് ഞാൻ മാത്രം പൂർത്തിയിട്ട് കാര്യമില്ലല്ലോ. കസ്റ്റമേഴ്സിനോട് ചോദിക്കാം. ചേട്ടൻ അവിടെ നിന്ന് വരുമല്ലേ? മാർക്കറ്റ് റോഡിൽ നിന്ന് വരും. എന്തിനാ എങ്ങോട്ട് വന്നത്? അവിടെ നിന്ന് കടയിൽ ഇവിടെ നല്ല ഫുഡാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പാഴ്സൽ മേടിച്ചോണ്ട് പോയി. ഫുഡ് മാത്രമല്ല, ടേസ്റ്റ് ഇല്ലേ? അതെ, ഫുഡ് ടേസ്റ്റ് ആയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇത്രയും ഇപ്പൊ 3 കിലോമീറ്റർ ഇല്ലേ ഇവിടെ നാട്ടിൽ ഇങ്ങോട്ട്. മഴ നനഞ്ഞു വന്നല്ലേ? മഴ നനഞ്ഞു വന്നു. അല്ല, വണ്ടിയിലാണ് വന്നത്. എല്ലാരും ചേട്ടാ എവിടെന്നാ വരണേ? ആറ്റിങ്ങൽ വരുന്നല്ലേ? എന്തിനാ എത്ര ദൂരം വന്നേ? നല്ല ഫുഡ് ആവണോണ്ട് കസ്റ്റമർ പറയുമ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നല്ലേ പറ്റും. കസ്റ്റമറെ കൊണ്ടുവന്നതാണോ? ആ, ശരി. എന്താ ആറ്റിങ്ങൽ വരുന്നത്? അമ്മയാണ് ഓട്ടോ വിളിച്ചു വന്നത്? ആൾക്കാർ ഓട്ടോ വരെ വിളിച്ച് വന്ന് ആഹാരം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടനൊക്കെ ഉണ്ട്. ചേട്ടൻ കഴിക്കാൻ വന്നതാണോ കസ്റ്റമറെ കൊണ്ടുവന്നതാണോ? കസ്റ്റമറെ കൊണ്ടുവന്നതാണ്. ഈശ്വര, അപ്പൊ ഈ കട കാരണം കുറെ ഓട്ടോക്കാർക്ക് ഓട്ടോ ഉണ്ട് അല്ലേ ചേട്ടാ? ഈ മഴ ആയതുകൊണ്ട് ആൾക്കാർ ഓട്ടോ വിളിച്ചവരെ വരുന്നുണ്ട്. ഞാനല്ല പറയുന്നത്, നാട്ടുകാരാ പറയുന്നത്. ഞാൻ പൂർത്തുകയല്ല. ഏതായാലും ഉള്ള സാധനങ്ങൾ ഇപ്പം ദോശയുണ്ട്, അപ്പമുണ്ട്, എന്താ ബെറോട്ട അടിക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് ബീഫ് തോരൻ, ചിക്കൻ തോരൻ, ബീഫ് ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതിനെല്ലാം താരതമ്യേന വിലക്കുറവാണ്, ടേസ്റ്റുമാണ്. ഇത്രയും ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത്രയും തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എവിടെയൊക്കെ ഫുള്ളാണ് വീടാണ്. ഈ വീട്ടിൽ അവർ ബന്ധുക്കൾ മാത്രം ചെന്ന് നടന്നിട്ട് തട്ടുകട, പേര് പോലില്ല, നാടൻ തട്ടുകട. എന്തായാലും ഞാനും വാങ്ങിച്ചു ഒരു പാഴ്സല്. ഇത്തരം രുചിയിടങ്ങളൊക്കെ നമ്മുടെ അയലൊക്കെ തന്നെ ഉണ്ട്. തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുക. ഒരു പക്ഷേ 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നേക്കാളും നല്ല ഫുഡ് നമ്മുടെ സാമാന്യമായ ഒരു സാധാരണ മനുഷ്യൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റി ആയിട്ടും ഒരു വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഗുണവും ഒക്കെ ഉണ്ടാവും.
ഇസ്മായിൽ വേണ്ടി ക്യാമറമാൻ പ്രേംജിത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ്.